ഗുഡ് മോർണിംഗ്. കട്ടൻ ചായ 63-ാം അധ്യായത്തിലേക്ക് സ്വാഗതം. ലക്ഷ്മി നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സന്തോഷ വാർത്ത നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് 1649 പേരായി എന്നുള്ളതാണ്. കമൻറ്റ് റിമൂവ്ഡ് എന്നൊരു മെസ്സേജ് ഇന്ന് രാവിലെയും വന്നു. അപ്പം ഞാൻ കമൻ്റ് എഴുതുന്നത് നിർത്തുകയാണ്, പ്രശ്നമാക്കണ്ടല്ലോ. സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ കട്ടൻ ചായ ഉണ്ടാക്കുകയാണ്. ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ പരിപാടി. അതിന് കൂട്ടത്തിൽ നമ്മൾ ഇന്ന് സ്വല്പം കറുവാപ്പട്ടയും ഏലക്കായും കൂടി ഇടുന്നുണ്ട്. പഞ്ചസാരയും ശകലം ഇടുന്നുണ്ട്, ഒരു അര സ്പൂൺ പഞ്ചസാരയും ഇടുന്നുണ്ട്. അത് ഇന്നലത്തെ ചായ നല്ല ടേസ്റ്റി ആയതുകൊണ്ടാണ് ഇന്ന് ഇതൊക്കെ ഇടുന്നത്. വെള്ളം അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി മഴയായിരുന്നു, കാരണം വോൾട്ടേജ് കുറവായിട്ട് സ്ലോ ആണ് സാധനം. നല്ല മഴയായിരുന്നു. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ചായയുടെ ഇല ലിപ്ടൺ കമ്പനിയുടെ ഡാർജിലിംഗ് ചായയാണ്. അതിപ്പോൾ എല്ലാവർക്കും പരിചിതമായിട്ടുണ്ട്. നല്ല രുചിയുള്ള ചായയാണ്. നമ്മൾ സ്വല്പം കറുവാപ്പട്ട എടുത്തു, അത് കൈകൊണ്ടൊടിച്ച് അത് വെള്ളത്തിലേക്ക് ഇട്ടു. പിന്നെ നമ്മൾ ഏലക്കായും കൂടെ എടുക്കുന്നുണ്ട്. ഏലക്കായും നോക്കട്ടെ, ഏലക്കായും വരുന്നുണ്ട്. ഇത് പഞ്ചസാരയാണ് ആദ്യം. പഞ്ചസാര ഇട്ട്, അപ്പം നമ്മൾ കറുവാപ്പട്ട ഇട്ട് അര സ്പൂൺ പഞ്ചസാര ഇട്ടു, 2 ഏലക്കായും കൂടെ എടുത്തു. അത് നമ്മൾക്ക് കത്രിക കൊണ്ട് അരിഞ്ഞെടുത്തിട്ടാണ് ഇടുന്നത്. അത് ഇടിച്ച് പിടിക്കാനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ട്. നമ്മൾ വെള്ളം തിളച്ചിരിക്കുകയാണ്. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് തേയിലിടണം. വെള്ളം ശരിക്കും തിളച്ചോട്ടെ. അപ്പോൾ ഈ കമൻറ്റിൻ്റെ വിഷയം ഒരു വലിയ വിഷയം തന്നെയാണ്. ഞാൻ ഇപ്പോൾ 2-3 പ്രാവശ്യമായി. അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കതിനൊന്ന് പറയണം, എന്താ അതിൻ്റെ വിഷയം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ചായപ്പൊടി ഇട്ടു, ചായ ഇല, തേയില അല്ലേ, പൊടിയല്ലത് തേയിലയാണ്. അപ്പം അതിൻ്റെ വർക്ക് ഫിനിഷ് ചെയ്തു. അപ്പോൾ ഒരു ചായ നമ്മൾ എത്ര പെട്ടെന്ന് അനത്തി അപ്പോൾ അതിനൊരു ഗ്ലാസ്സിലേക്ക് പകരുന്നു. അപ്പോൾ ഞാനിവിടെ ഫിൽറ്റർ ചെയ്യുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ കുറച്ച് പെട്ടെന്ന് പോയി കുടിക്കുന്നില്ല, സ്വല്പം സമയം എടുത്തിട്ടാണ് കുടിക്കുന്നത്. വചനമൊക്കെ വായിച്ച് കഴിഞ്ഞിട്ടാണ് കുടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചായ ഗ്ലാസ്സിലേക്ക് പകർന്നു. ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചായ കൊണ്ട് വെച്ചു. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ആദരവോടുകൂടി ബൈബിൾ എടുത്തുകൊണ്ട് വന്നു. ബൈബിളിൽ ഇന്നത്തെ വചനം നമുക്ക് ഫാദർ മാത്യു വൈരാമണ്ണിൽ അച്ഛൻ്റെ പ്രസംഗത്തിൽ നിന്ന് കിട്ടുന്നതാണ്. ഇന്നത്തെ ഡെയിലി ബ്ലെസ്സിങ് അതിലുള്ള വചനമാണ് ഇന്ന് കിട്ടുന്നത്. ആ വചനം ഉൽപ്പത്തിയുടെ പുസ്തകം 12:7-8, 13:4-6 ഞാനത് വായിക്കുന്നു. ഉൽപ്പത്തി 12:7. കർത്താവ് അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടു അരുളി ചെയ്തു, ഈ നാട് നിൻ്റെ സന്തതികൾക്ക് ഞാൻ കൊടുക്കും. തനിക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവിന് അബ്രഹാം അവിടെ ഒരു ബലിപീഠം പണിതു. അവിടെ നിന്ന് അവൻ ബഥേലിലേക്ക് കിഴക്കുള്ള മലമ്പ്രദേശത്തേക്ക് കടന്നു. അവിടെ ബഥേലിന് കിഴക്കും ആയിക്ക് പടിഞ്ഞാറുമായി താവളം അടിച്ചു. അവിടെ ഒരു ബലിപീഠം പണിതു, കർത്താവിൻ്റെ നാമം വിളിച്ചു. 13-ാം അധ്യായത്തിൽ 4 ആദ്യമായി ബലിപീഠം പണിത സ്ഥലം വരെയും യാത്ര ചെയ്തു. അവിടെ അബ്രഹാം കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു. 6-ാമത്തെ വാക്യം, അവർക്ക് ഒന്നിച്ചു താമസിക്കാൻ ആ ദേശം മതിയായില്ല, കാരണം അവർക്ക് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. ഒന്നിച്ചു പാർക്കുക വയ്യാതായി. വചനം ഇവിടെ തീർന്നു. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. നാളെ നമ്മൾ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.